പ്രത്യേകിച്ച് നമുക്ക് സിസ്റ്ററിനെ ഏറെ സ്നേഹത്തോടെ നമ്മൾ സ്വാഗതം ചെയ്ത് സിസ്റ്റർക്ക് നല്ലൊരു കൈ കൊടുത്തുകൊണ്ട് നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും സിസ്റ്റർ നമുക്ക് വ്യക്തമായിട്ട് നിങ്ങൾക്ക് സിസ്റ്റത്തിനെ പറ്റി ഒത്തിരി പേർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും നിന്നോട് പറഞ്ഞത്. എന്നാലും ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ സിസ്റ്ററിൻ്റെ ജീവിതത്തെ പറ്റി ഒരു വിവരം തരാം. ഓക്കെ. സിസ്റ്റർ സെലിൻ ജനിക്കുന്നത് 1931 ഫെബ്രുവരി 13 തീയതിയാണ് കുണ്ടന്നൂരിൽ. കുടുംബം നിങ്ങൾക്കറിയാലോ, കണ്ണനായക കുടുംബത്തിൽ ഫ്രാൻസിസ് ഫിലോമിന ദമ്പതികളുടെ 6 മക്കളിൽ 2ാമത്തെ മകളായിട്ടാണ് സന്താനമായിട്ടാണ് സിസ്റ്റർ ജനിക്കുന്നത്. പിന്നെ സിസ്റ്ററിൻ്റെ വിദ്യാഭ്യാസത്തെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ പ്രാഥമിക വിദ്യാഭ്യാസം സിസ്റ്റർ നടത്തിയിരുന്നത് കൊണ്ടന്നൂർ, കോട്ടപ്പടി എന്നീ സ്ഥലങ്ങളിലാണ്. പിന്നീട് ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇരുമപ്പെട്ടി എന്ന സ്ഥലത്തേക്ക് പോകുന്നു. അത് ഏകദേശം 1 മണിക്കൂർ കാൽനടയായിട്ട് വേണമെന്ന് പോകേണ്ടിയിരുന്നത്. ആ സമയങ്ങളിലൊക്കെ സിസ്റ്റർ സെലീന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചും അതുപോലെ തന്നെ സുഹൃതജപം ചൊല്ലി പ്രാർത്ഥിച്ചും ഒക്കെ കൂട്ടുകാർക്ക് നേതൃത്വം നൽകിക്കൊണ്ട് സിസ്റ്റർ സെലീന് പോയിക്കൊണ്ടിരുന്നെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് SSLC എല്ലാം കഴിഞ്ഞ് TTC പഠിക്കുന്നതിന് വേണ്ടി ആനപ്പാറ എന്ന സ്ഥലത്തേക്ക് പോകുന്നു. അതിന് ശേഷം പുള്ളിക്കാരിക്ക് അവിടെ ലീവ് വേക്കൻസിയിലാണ് ഒരു അമ്പക്കാട് എന്ന സ്ഥലത്ത് 6 മാസത്തേക്ക് പഠിപ്പിക്കാനായിട്ട് സാധിക്കുന്നു. അതിനുശേഷം സിസ്റ്റർ സെലിന് പോകുന്നത് കോഴിക്കോട് രൂപതയിൽ, കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ ചൂരാച്ചൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഒരു 1951 തുടങ്ങി 1954 വരെയുള്ള സമയങ്ങളിൽ സിസ്റ്റർ പഠിപ്പിക്കുന്നുണ്ട്. അതായത് 3 വർഷക്കാലം അവിടെ പഠിപ്പിക്കുന്നു. അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിലാണ് സിസ്റ്ററിൻ്റെ ദൈവവിളി സിസ്റ്റർ തിരിച്ചറിയുന്നതും അവിടുത്തെ അന്നത്തെ സ്കൂളിൻ്റെ മാനേജരും അതുപോലെ തന്നെ സിസ്റ്റർ സെലിൻ്റെ ആധ്യാത്മിക ഗുരുവുമായ ബഹുമാനപ്പെട്ട ഫാദർ വർഗീസ് തൈരിൻ്റെ സഹായത്തോടുകൂടി ഇവിടെ സിസ്റ്റർ ആകുന്നതിന് വേണ്ടി ഇങ്ങോട്ട് വരുന്നു. അതായത് 1954 അത്. ഇവിടെ വന്ന ഉടനെ പിന്നെ ഫോർമേഷൻ്റെ ഇതിലാണ് 6 മാസത്തെ പോസ്റ്റലൻസിക്ക് ശേഷം നോഷീറ്റ് കിടക്കുന്നു. പിന്നെ ഈ നോഷീറ്റ് കാലമാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഉള്ള ഫോർമേഷൻ്റെ പീരീഡ്. ആ സമയത്ത് പല സാധാരണമായ പല സംഭവങ്ങളും സിസ്റ്റർ സെലിൻ്റെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. അതായത് മിസ്റ്റിക് എക്സ്പീരിയൻസ്, അതായത് ഈശോയുടെയും കൊച്ചുത്രേസ്യയുടെയും ഒക്കെ ദർശനങ്ങൾ സിസ്റ്റർ സെലിനുണ്ടായിരുന്നു. ആ ദർശനങ്ങളും അതുപോലെ തന്നെ പല പല പരീക്ഷണങ്ങളും പൈശാചിക പീഡനങ്ങളും എല്ലാം സിസ്റ്റർ സെലിന് ഈ കാലഘട്ടത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അവയെല്ലാം ധൈര്യപൂർവ്വം തരണം ചെയ്ത് സിസ്റ്റർ സെലിന് 1957 ജൂൺ മാസം 20-ാം തീയതി സന്യസിയായിട്ട് പ്രഥമ വ്രതവാഗ്ദാനം ചെയ്യുന്നു. ഇവിടെ വരെയുള്ളത് കാര്യങ്ങളെല്ലാം ഏകദേശം നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. ഇനിയാണ് നിങ്ങൾക്ക് പലരുടെയും മനസ്സിൽ സിസ്റ്റർ സെലിൻ വെറും 26 വർഷം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. സിസ്റ്ററായിട്ട് വെറും 35 ദിവസം മാത്രം. അപ്പം നിങ്ങളുടെ മനസ്സിലൊരു സംശയമുണ്ട്, എന്നാ പറ്റിയല്ലേ ഇത്രയും ചെറുപ്പത്തിൽ സിസ്റ്റർ മരിക്കാനുണ്ടായിട്ടുള്ള കാരണം? അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. സിസ്റ്റർ മരിയ സെലിന് പ്രഥമ വ്രതവാഗ്ദാനം ചെയ്ത ദിവസം ഈശോയുടെ ഒരു ദർശനം കിട്ടുന്നുണ്ട്. ആ ദർശനത്തിൽ ഈശോ ഇപ്രകാരം പറഞ്ഞു, സെലിൻ, നിനക്ക് സമ്മാനമായി തന്നിരിക്കുന്ന നിന്റെ ആരോഗ്യം ഞാനിതാ എടുക്കാൻ പോകുന്നു. നീ അതിലൊട്ടും വിഷമിക്കരുത്. ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ഉടനെ വരും. സിസ്റ്റർ സെലിന് വെറും 35 ദിവസം മാത്രമേ വെയിറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ ഈശോയുടെ വരവിനായിട്ട്. ഈശോ സ്വർഗത്തിലേക്ക് സെലിനെ കൊണ്ടുപോകുന്നതിന് വേണ്ടി വെറും 35 ദിവസം മാത്രം. അന്ന് തന്നെ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രഥമ വ്രതവാഗ്ദാന ദിവസമല്ലേ ഇത് സംഭവിക്കുന്നത്. വ്രതവാഗ്ദാനം ചെയ്യുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. അപ്പോഴും അന്നത്തെ ദിവസം സിസ്റ്റർ ഭക്ഷണം കഴിച്ചതെന്ന് സിസ്റ്റർ ഛർദ്ദിച്ചു, വൊമിറ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് ബ്ലഡിൻ്റെ അംശം ഉണ്ടായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളെല്ലാം സിസ്റ്ററിന് ഒരു ഭക്ഷണവും കഴിക്കാൻ സാധിച്ചിരുന്നില്ല. എന്തെങ്കിലും കഴിച്ചോ ഉടനെ ശ്രദ്ധിക്കും, അതിനകത്ത് ബ്ലഡിൻ്റെ അംശം. അങ്ങനെയായിരുന്നു സിസ്റ്ററിൻ്റെ അസുഖത്തിൻ്റെ തുടക്കം. വേറെ ഒരു അതുവരെ സിസ്റ്ററിന് ഒരു പൂർണ്ണ ആരോഗ്യവതിയായ വ്യക്തിയായിരുന്നു. ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഈ പ്രഥമ വ്രതവാഗ്ദാന ദിവസം തുടങ്ങിയാണ് ഈ അസുഖം ഇങ്ങനെ കാണപ്പെടുന്നത്. പിന്നീട് സിസ്റ്റർ, ഞാൻ പറഞ്ഞല്ലോ സിസ്റ്റർ ഒരു അധ്യാപികയായിരുന്നെന്ന്. ഇവിടെ ജൂൺ 24-ാം തീയതി, അതായത് സിസ്റ്റർ ആയതിനു ശേഷം 4 ദിവസം കഴിഞ്ഞപ്പം തുടങ്ങി സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട്, നമ്മുടെ പള്ളിവക സ്കൂൾ ഇവിടെ അടുത്തുണ്ട്, അവിടെ പഠിപ്പിക്കാനായിട്ട് സിസ്റ്റർ പോവുകയാണ്. ജൂൺ 24-ാം തീയതി തുടങ്ങി ജൂലൈ 24-ാം തീയതി, അതായത് മരിക്കുന്നതിൻ്റെ തലേ ദിവസം വരെ
സിസ്റ്റർ സ്കൂളിൽ പോയി പഠിപ്പിച്ചു. അവസാന കാലഘട്ടമായപ്പോൾ തന്നെ സിസ്റ്ററിന് അതികഠിനമായ തലവേദന, പനി, ചുമ എന്നിവയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും വകവയ്ക്കാണ്ട് സിസ്റ്റർ സ്കൂളിൽ പോയി പഠിപ്പിച്ചു. 24-ാം തീയതി സ്കൂളിൽ നിന്ന് തിരിച്ചു വന്ന സിസ്റ്റർ അതീവ ക്ഷീണിതയായിട്ട് കാണപ്പെട്ടു. മദർ സിസ്റ്ററിന് കൊടുത്ത മരുന്നും ഇഞ്ചക്ഷനൊക്കെ സ്വീകരിച്ചിട്ട് സിസ്റ്റർ നേരെ കിടക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. പിറ്റേ ദിവസം രാവിലെ സിസ്റ്ററിൻ്റെ അസുഖം വളരെ മൂർച്ഛിച്ചിരിക്കുന്നതായിട്ട് കാണുകയും ഡോക്ടറെ ഇങ്ങോട്ട് കൊണ്ടുവരികയും വിളിക്കുകയൊക്കെ ചെയ്തു. ഡോക്ടർ വന്ന് പരിശോധിച്ചു, മരുന്നൊക്കെ കൊടുത്തു. പക്ഷേ അതിന് സ്ഥായിയായ ഒരു പ്രതികരണം ഉണ്ടാകാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് വേണ്ടി പറയാനായിട്ട്. ഉടനെ തന്നെ സിസ്റ്റർ സെലിനെ നമ്മുടെ അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ, കണ്ണൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. വൈകുന്നേരം 4 മണിയോടുകൂടി സിസ്റ്റർ മരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് സിസ്റ്ററിൻ്റെ അന്ത്യം. പിറ്റേ ദിവസം ജൂലൈ 26-ാം തീയതി നാനാജാതി മതസ്ഥർ പങ്കെടുത്ത വലിയൊരു ശവസംസ്കാര ചടങ്ങാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഒരുപാട് പേര്, കുട്ടികൾ, അതുപോലെ തന്നെ അധ്യാപകരും ഒരുപാട് പേര് സിസ്റ്ററിനെ കാണുന്നതിന് വേണ്ടി വന്നു. അന്നത്തെ ദിവസം സിസ്റ്ററിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചവരുണ്ടായിരുന്നു. അവർക്ക് രോഗശാന്തി കിട്ടിയതായിട്ട് അവരറിയിച്ചു. പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ പലരും സിസ്റ്ററിൻ്റെ മാധ്യസ്ഥം വഴി പല അനുഗ്രഹങ്ങളും ലഭിച്ചതായിട്ട് ഇങ്ങോട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നും ധാരാളം ആയിരക്കണക്കിന് ആൾക്കാർ വേണം എനിക്ക് പറയാൻ പറ്റും ഇവിടെ വരുന്നുണ്ട്, സിസ്റ്ററിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. സിസ്റ്ററിൻ്റെ നാമകരണ നടപടി ചടങ്ങുകൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലേ, ദേവദാസിയായിരുന്നു, ഇപ്പം ധന്യയായി, ഇനി അടുത്തത് വാഴ്ത്തപ്പെട്ടതാണ്. അതിന് നമുക്കൊരു അത്ഭുതം ആവശ്യമാണ്. അതിനുശേഷം വിശുദ്ധയാണെന്നുണ്ടെങ്കിൽ വേറൊരു അത്ഭുതം കൂടി ആവശ്യമാണ്. അപ്പോൾ നമുക്കറിയത്തില്ല ഈശോ ആരിലൂടെയാണ് ഈ അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരും കൂടി ആയിരിക്കും. അപ്പോൾ നിങ്ങളതിനെപ്പറ്റി ഒരു ബോധ്യമുള്ളവരായിരിക്കണം, അറിവുള്ളവരായിരിക്കണം. അപ്പോഴും നിങ്ങളത് മറക്കാതെ ഇവിടെ അറിയിക്കാനും റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാക്ഷ്യപ്പെടുത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ? ഇതൊക്കെയാണ് ചുരുക്കമായിട്ട് പറയുന്ന സിസ്റ്ററിൻ്റെ ജീവചരിത്രം.